ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫെസ്റ്റീവ് ഫണ്ണാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ, ഉത്സവങ്ങളാണ്, ആഘോഷങ്ങളാണ് അല്ലേ. അപ്പോൾ ഫെസ്റ്റീവ് ഫൺ എന്നാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. താഴെ എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരുപാട് പേര് എന്താണ് അവിടെ കണ്ടിട്ട് നമുക്ക് തോന്നുന്ന ഒരു കേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും അവിടെ കൂടിയിട്ട് എന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലേ ചിരിച്ചൊക്കെ നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ താഴെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. You are invited to the festival of this world and your life is blessed. You are invited to the festival of this world and your life is blessed. എന്താ പറയുന്നത്? ഈ ഒരു ലോകത്തിൻ്റെ ഉത്സവത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നാണ് പറയുന്നത്. യു ആർ ഇൻവൈറ്റഡ് ടു ദി ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താവും എന്നാണ് പറയുന്നത്? യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്, അനുഗ്രഹീതമാകും, ബ്ലെസ്ഡ് ആവും എന്നാണ് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കോട്ടാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോവാം. നമ്മളിന്ന് നോക്കുന്നത് ദ സീ പാലസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം സീ എന്ന് പറഞ്ഞാൽ എന്താണ്? സീ എന്ന് പറഞ്ഞാൽ കടലാണെന്ന് എല്ലാവർക്കും അറിയാലോ, കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാരമാണ് അല്ലേ. അപ്പോൾ സീ പാലസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? ഒരു നല്ല മനോഹരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ പിക്ചറിൽ എന്താണ്? ഒരുപാട് എന്താണ് മീനുകൾ, ഫിഷസ് ഉണ്ട് അല്ലേ. അതുപോലെ അവിടെ ഒരു പാലസ് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നൊന്ന് വായിച്ച് നോക്കാം. A goldfish was swimming in the sea. He saw many of his friends moving in the same direction. A starfish was floating on the waves. A jellyfish sparkled in the blue water. Dolphins were dancing. Where are they going? The goldfish thought. He followed them. In the deep sea, he saw a beautiful glass palace. It was decorated with gems and pearls. The doors of the palace were wide open. അപ്പം എന്താണ്? ഹേ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദി സീ. ഗോൾഡ് ഫിഷിനെ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. അധിക പേരുടെയും മിക്ക പേരുടെയും വീടുകളിൽ അക്വേറിയം ഉണ്ടെങ്കിൽ എന്താണ് അതിൽ ഗോൾഡ് ഫിഷ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഗോൾഡ് ഫിഷ് ഉണ്ട്. അപ്പോൾ ആ ഗോൾഡ് ഫിഷ് എന്താ ചെയ്യുന്നത്? സ്വിമ്മിങ് ഇൻ ദി സീ, കടലിൽ എന്താണ് നീന്തുകയാണ് അല്ലേ. സ്വിം ചെയ്യാണ്, നീന്തുവാണ്. ഹീ സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അവൻ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കാണുകയാണ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ കൂട്ടുകാരില്ലേ, ഒരുപാട് കൂട്ടുകാർ മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ, അവൻ നീന്തുന്ന അതേ ഒരു ദിശയിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഒരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ കാണുകയാണ്. ഈ സ്റ്റാർഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദി വേവ്സ്. സ്റ്റാർഫിഷ് ആ ഒരു ചിത്രത്തിൽ കണ്ടോ, സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ളതാണ് സ്റ്റാർഫിഷ്. എ സ്റ്റാർഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദി വേവ്സ്. വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോൾ കടലിൽ പോയി കഴിഞ്ഞാൽ തിരകളുണ്ടാവില്ല, വെള്ളത്തിൻ്റെ ഈ ഓളങ്ങൾ ഉണ്ടാവില്ല, അതിനെയാണ് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വേവ്സിനനുസരിച്ച് ഫ്ലോട്ടിങ്, അവൻ അതിൽ ആ ഒരു ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എ ജെല്ലി ഫിഷ് സ്പ്രാക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ജെല്ലി ഫിഷ് എന്താ ചെയ്യുന്നത്? സ്പ്രാക്കിൾഡ് ഇൻ ദി ബ്ലൂ വാട്ടർ. സ്റ്റാർ ഫിഷ് ബ്ലൂ വാട്ടറിൽ അല്ലേ, ആ ഒരു കടലിലെ വെള്ളത്തിൽ എന്താണ് സ്പ്രാക്കിൾഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക എന്താണ്, തിളങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ ജെല്ലി ഫിഷിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പിക്ചറിൽ ജെല്ലി ഫിഷും കൊടുത്തിട്ടുണ്ട്, ആ ഒരു റൈറ്റ് സൈഡിൽ വരുന്നതാണ്. ഇനിയോ ഡോൾഫിൻസ് വേർ ഡാൻസിങ്. ഡോൾഫിനുകളൊക്കെ എന്താ ചെയ്യുന്നത്? ഡാൻസ് ചെയ്യുകയാണ്. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. അപ്പം ഇവരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഗോൾഡ് ഫിഷ് നീന്തുന്ന സമയത്താണല്ലേ എല്ലാവരും ഒരേ ഡയറക്ഷനിലേക്ക് നീന്തുന്നത് കണ്ടത്. അപ്പം ഗോൾഡ് ഫിഷ് ചിന്തിക്കുകയാണ്, ഇവരെല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? ഹി ഫോളോവുഡ് ദം. അവൻ എന്ത് ചെയ്തു? ഗോൾഡ് ഫിഷ് മറ്റുള്ള മീനുകൾ എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. In the deep sea, he saw a beautiful glass palace. In the deep sea, കടലിൻ്റെ അടിത്തട്ട്, ഡീപ്പ് സീ എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിലാണ്. അപ്പോൾ ആ കടലിൻ്റെ അടിത്തട്ടിൽ he saw a beautiful glass palace. അവൻ എന്ത് കണ്ടു? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് പാലസ്, ഒരു എന്താണ് ഗ്ലാസ് കൊണ്ടുള്ള ഒരു പാലസ് അവൻ കണ്ടു.
ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കരിക്കുക അല്ലേ, ഡെക്കറേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ജെംസ് ആൻഡ് പേൾസ്. എന്താണ്? വിലപിടിപ്പുള്ള അല്ലേ, ജെംസ് കൊണ്ടും അതുപോലെ തന്നെ രത്നങ്ങൾ കൊണ്ടും പേൾസ് കൊണ്ടും ഒക്കെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഡോർസ് ഓഫ് ദി പാലസ് വർ വൈഡ് ഓപ്പൺ. എന്താണ്? കൊട്ടാരത്തിൻ്റെ അല്ലേ, ആ ഒരു പാലസിൻ്റെ ഡോർ എന്താണ്? വൈഡായിട്ട് അല്ലേ, ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്, അതായത് തുറന്നിട്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് നോക്കാം. അടുത്ത ഭാഗം എന്താണ്? ദ മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യകന്യക എന്നുള്ളതാണ്. അപ്പോൾ മത്സ്യകന്യകയുടെ ഒരു പിക്ചർ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മത്സ്യകന്യക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കാം. ദ മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യകന്യക. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ്. എന്താണ്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മത്സ്യകന്യക അപ്പിയർഡ് നിയർ ദ ഡോർ. ഡോറിൻ്റെ അവിടെ ഉണ്ട് അല്ലേ, പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അവിടെ ഉണ്ട്. അവരെല്ലാവരും ആ പാലസിലെത്തിയപ്പം അവിടെ എന്താണ്? ഒരു മത്സ്യകന്യകയുണ്ട്. ഹൗ പ്രിറ്റി ഷീ ഈസ് എക്സ്ക്ലൈംഡ് ദ ഗോൾഡ് ഫിഷ്. ഹൗ പ്രിറ്റി ഷീ ഈസ്. അവൾ എന്തൊരു പ്രിറ്റിയാണ്, അല്ലെങ്കിൽ എന്തൊരു ഭംഗിയാണ് അവളെ കാണാൻ, എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. എക്സ്ക്ലൈംഡ് ദ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് അത് കണ്ടപ്പോൾ എന്താണ്? എക്സ്ക്ലൈംഡ് ആവുകയാണ് അല്ലേ, ഭയങ്കര എന്താണ്? ആകാംക്ഷയോട് കൂടിയിട്ട് ഒരു ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ പറയുകയാണ്. ഹൗ പ്രിറ്റി ഷീ ഈസ്. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അപ്പോൾ ആരോ പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അപ്പോൾ ആരാണ് മെർമെയ്ഡ്? പ്രിൻസസ് ജൂലിയാണ് അല്ലേ, പാലസിലെ പ്രിൻസസ് ആണ് ഒരു മെർമെയ്ഡ്. പേരെന്താണ്? ജൂലിയ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണ്? പ്രിൻസസ് ജൂലിയയുടെ ബർത്ത്ഡേ ആണ്. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ് ഓൾ ഓഫ് ദം സെറ്റ് ടുഗദർ. അപ്പോൾ എൻ്റെ ഗോൾഡ് ഫിഷിൻ്റെ അല്ലേ, അവൻ്റെ കൂടെ ഒരുപാട് മത്സ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു മെർമെയ്ഡിനെ കണ്ടപ്പോൾ, പ്രിൻസസ് ജൂലിയയെ കണ്ടപ്പം അവർ വിഷ് ചെയ്തതാണ് ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. ഞങ്ങൾ നിനക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെറ്റ് ടുഗദർ. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലൈൻഡിങ് ലൈറ്റ്സ്. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലൈൻഡിങ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെല്ലി ഫിഷ് എന്താ വാങ്ങിക്കൊണ്ടുവന്നത്? ഗ്ലൈൻഡിങ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ലൈറ്റുകളാണ്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ദ വെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിമിംഗലമാണ് അല്ലേ. വെയിൽസ് കെയിം വിത്ത്. വെയിൽസ് എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്? ജിംഗ്ലിംഗ് ബാംഗിൾസ്. ജിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിലുങ്ങുന്ന, അങ്ങനെ ഇളക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കിലുക്കം വരുന്ന അങ്ങനെ ഉള്ള ബാംഗിൾസ് ആണ്, വളകളാണ്. ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്നൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്നൻറ്റ് ഫ്ലവേഴ്സ്. നല്ല ഫ്രാഗ്നൻസ്, നല്ല മണമുള്ള ഫ്ലവേഴ്സാണ്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ഇതൊക്കെ കേട്ടിട്ട് ജൂലിയ ചിരിച്ചിട്ട് റിപ്ലൈ ചെയ്യും, മറുപടി പറയാണ്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരുപാട് നന്ദി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. Come on, let's begin the party. Come on, വരൂ, let's begin the party. നമുക്ക് പാർട്ടി തുടങ്ങാം. There was a big cake on a table in the hall. There was a big cake. അവിടെ എന്താണ്? വലിയൊരു കേക്ക് ഉണ്ട്. എവിടെ? On a table in the hall. ഹോളിലുള്ള ടേബിളിൽ വലിയൊരു കേക്ക് ഉണ്ട്. The party began. എന്താണ്? പാർട്ടി തുടങ്ങി. അപ്പോൾ അടുത്ത ഭാഗത്തിൻ്റെ പേരെന്താണ്? ദ ബർത്ത്ഡേ പാർട്ടി. എന്താണ്? പിറന്നാൾ പാർട്ടി അല്ലേ. പ്രിൻസസ് ജൂലിയ വെൻ ടു ദി ടേബിൾ ആൻഡ് കട്ട് ദി കേക്ക്. പ്രിൻസസ് ജൂലിയ അല്ലേ, ഒരു മെർമെയ്ഡ് എന്ത് ചെയ്തു? പ്രിൻസസ് ജൂലിയ എന്ത് ചെയ്തു? വെൻ ടു ദി ടേബിൾ, മേശയ്ക്ക് അടുത്തേക്ക് പോയി. ആൻഡ് കട്ട് ദി കേക്ക്, എന്നിട്ടോ കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെയർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. എന്താണ്? അവളുടെ ഷീ ലുക്ക്ഡ് ക്യൂട്ട്, അവളെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. എന്തിൽ? ഇൻ ഹെയർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവളുടെ ഡയമണ്ട് കിരീടത്തിൽ അല്ലേ, ക്രൗൺ എന്ന് പറയുന്ന കിരീടത്തിൽ, ആ ഒരു ഡയമണ്ട് വെച്ച ആ ഒരു കിരീടത്തിൽ അവളെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും എന്ത് ചെയ്തു? കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഓൾ ക്ലാപ്ഡ്, എല്ലാവരും ക്ലാപ്പ് ചെയ്തുകൊണ്ട് പാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. എന്താ പാടിയത്? ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ എന്ന് എല്ലാവരും എന്ത് ചെയ്തു? ക്ലാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പാടുകയാണ്. Everyone presented their gift to Julia. Everyone presented their gifts. എല്ലാവരും എന്ത് ചെയ്തു? അവർ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ ജൂലിയയ്ക്ക് കൊടുക്കുകയാണ്. I am so grateful to you all. Let's dance and have fun. I am so grateful to you all. എന്താണ്? ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് പ്രിൻസസ് ജൂലിയ പറയാണ്, ഞാൻ നിങ്ങളോടൊക്കെ അല്ലേ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു ഗിഫ്റ്റൊക്കെ തന്നതിന് ഒരുപാട് സ്നേഹത്തോടെ അല്ലെങ്കിൽ നന്ദിയോട് കൂടിയിട്ട് പറയാണ്. I am so grateful to you all. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹേവ് ഫൺ. നമുക്ക് എന്താ? ഡാൻസൊക്കെ ചെയ്തിട്ട് ഹേവ് ഫൺ, അത് ഭയങ്കര ആഘോഷമാക്കാം അല്ലെങ്കിൽ അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറയാണ്. സെഡ് ദ പ്രിൻസസ് സ്മൈലിംഗ്. എന്താണ്? അത് പറഞ്ഞിട്ട് അല്ലേ, അത് പറയുകയാണ് പ്രിൻസസ് ജൂലിയ. എന്നിട്ടോ ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് സ്മൈലിംഗ്, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്.
ദ മ്യൂസിക് ബിഗൻ ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അപ്പോൾ എന്താണ് മ്യൂസിക് ബിഗൻ, പാട്ടൊക്കെ തുടങ്ങി അല്ലേ. ദ സ്റ്റാർട്ടഡ് ഡാൻസിങ്, അവരോ ഡാൻസ് ചെയ്യാനും തുടങ്ങി. ഇവിടെ പ്രിൻസസ് ജൂലിയ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ അല്ലേ, കേക്കിൻ്റെയും അതുപോലെ മറ്റുള്ള ഫിഷസ് എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെയൊക്കെ മനോഹരമായിട്ടുള്ള പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ദ ഫീസ്റ്റ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, സദ്യ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്, ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. നൗ ലെറ്റ്സ് ഹാവ് ദി ഫീസ്റ്റ്, ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്, പ്രിൻസസ് എന്താണ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദി ഫുഡ്, എല്ലാവരും എന്ത് ചെയ്തു, എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദി ഫുഡ് എന്താണ്, എല്ലാവരും ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ യമ്മി, സോ ഡെലീഷ്യസ്, എ സ്റ്റാർ ഫിഷ് ലിക്ഡ് ഹിസ് പ്ലേറ്റ്. ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നതാണ് അല്ലേ, സോ യമ്മി, സോ ഡെലീഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർ ഫിഷ് എന്ത് ചെയ്തു, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നക്കുക എന്നാണ്, നാവ് കൊണ്ട്. ലിക്വിഡ് ഹിസ് പ്ലേറ്റ്, അവൻ്റെ പ്ലേറ്റ് എന്താണ്, ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട്. സോ യമ്മി, സോ ഡെലീഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് നാവ് കൊണ്ട് ഇങ്ങനെ നക്കുകയാണ്. ലിക്വിഡ് ഹിസ് പ്ലേറ്റ്. ഐ ലവ് ദി ചോക്ലേറ്റ്, എ ഷാർക്ക് ഗൾപ്പ് എ ബിഗ് പീസ്. ഐ ലവ് ദ ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എ ഷാർക്ക്, ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവ്. ഗൾപ്ഡ് എന്ന എ ബിഗ് പീസ് എന്ന ഗൾപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിഴുങ്ങുക എന്നാണ്. ഒരു ബിഗ് പീസ് എന്ത് ചെയ്തു ഷാർക്ക്, ചോക്ലേറ്റിൻ്റെ ഒരു വലിയൊരു പീസ് ഷാർക്ക് വിഴുങ്ങുകയാണ്. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്, എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദി ലാസ്റ്റ് ഡ്രോപ്പ്. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്, ഈ ജ്യൂസുകളൊക്കെ എന്താണ്, നല്ല റിഫ്രഷിംഗ് ആണ്, നല്ല കുളിർമ നൽകുന്നതാണ്, അല്ലെങ്കിൽ ഉന്മേഷം തരുന്നതാണെന്നൊക്കെ പറയുകയാണ്. ആര് അത് പറഞ്ഞും കൊണ്ട് എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദി ലാസ്റ്റ് ഡ്രോപ്പ്. സിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിച്ചു കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ്, അവസാനത്തെ ഒരു തുള്ളിയും അവൻ എന്ത് ചെയ്തു, അതൊക്കെ പറഞ്ഞ് വലിച്ചു കുടിക്കുകയാണ്, സിപ്പ് ചെയ്യുകയാണ്. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. സഡൻലി പെട്ടെന്ന് അല്ലേ, എ ഡോൾഫിൻ, ഒരു ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. വിസിലിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ നോക്കണം കേട്ടോ. വിസിൽഡ് ലൗഡ്ലി, വിസിലടിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കി വരികയാണ് അല്ലേ. വാട്ട്സ് ഹാപ്പനിങ് ആസ്ക്ഡ് ദി ഷാർക്ക്. വാട്ട്സ് ഹാപ്പനിങ്, എന്താ സംഭവിച്ചത്. ആസ്ക്ഡ് ദി ഷാർക്ക്, ഷാർക്ക് ചോദിക്കുകയാണ്, സ്രാവ് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഒരുപാട് ആൾക്കാരില്ലേ, കുറേ മനുഷ്യന്മാർ ബോട്ടിൽ കുറേ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് കടലിലേക്ക് ഡംപ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷമാപണം, ക്ഷമ ചോദിക്കാതിനെയൊക്കെയാണ് നമ്മൾ പറയുക കേട്ടോ, ക്ഷമാപണം. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻറ്റ് നിയർ ദി ബോട്ട്. വെയിലും തിമിംഗലവും ഷാർക്ക് എന്ത് ചെയ്തു, വെൻറ്റ് നിയർ ദി ബോട്ട്, ബോട്ടിൻ്റെ അടുത്തെത്തി. ദ ഷാർക്ക് ബീറ്റ് ദി ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. ഷാർക്ക്, സ്രാവ് എന്ത് ചെയ്തു, ബീറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുക. എവിടെ, ബോട്ട് വിത്ത് ഹിസ് ടെയിൽ, ബോട്ടിലല്ലേ സ്രാവിൻ്റെ വാലുകൊണ്ട് ബോട്ടിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. അതിലുണ്ടായിരുന്ന ദ മെൻ ഇൻ ദി ബോട്ട്, ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന മനുഷ്യർ എന്ത് ചെയ്തു, ട്രംബിൾഡ് വിത്ത് ഫിയർ, അവർ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്, അവർ സഹായത്തിന് വേണ്ടിയിട്ട് കരയാൻ തുടങ്ങി. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. ആ ഒരു സമയം തന്നെ പാലസിൽ നിന്ന് മറ്റുള്ളവർ, പ്രിൻസസും അതുപോലെ മറ്റ് മത്സ്യങ്ങളൊക്കെ റീച്ച്ഡ് ദർ, അവിടെ എത്തിയിരുന്നു. ഐ വിൽ ക്രഷ് ദം, ദ ക്രാബ് ഓപ്പൺഡ് ഹെർ ക്ലോസ്. ഐ വിൽ ക്രഷ് ദം, ഞാൻ അവരെ ക്രഷ് ചെയ്യും, എന്താക്കും, തവിട് പൊടിയാക്കും. ആര് പറയാണ്, ദ ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ട്. ഓപ്പൺഡ് ഹെർ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഞണ്ടിൻ്റെ ഇറുക്കുന്ന ആ ഒരു കാലൊക്കെ ഇല്ലേ, അതിനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തുറന്നിട്ട് പറയാം, ഞാൻ ഇവരെയൊക്കെ കൂടെ ക്രഷ് ചെയ്യും. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്, വി വോണ്ട് ഡം വേസ്റ്റ് ഇൻ ദി സീ അഗെയിൻ. ദ മെൻ ബെഗ്ഡ്. ഇതൊക്കെ കണ്ടപ്പോൾ എന്തായി, ബോട്ടിലുണ്ടായിരുന്ന മനുഷ്യർക്ക് എന്തായി, ആളുകൾക്ക് പേടിയായി. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. വി വോണ്ട് ഡം വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ, ഞങ്ങൾ ഇനി ഒരിക്കലും എന്താണ്, കടലിൽ വേസ്റ്റ് ഡംപ് ചെയ്യില്ല. ദ മെൻ ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ യാചിക്കുക എന്നാണ്. അവർ ബോട്ടിലുണ്ടായിരുന്ന ആളുകളെ യാചിച്ചു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ, നിങ്ങൾ ഞങ്ങളുടെ കടലിനെ പൊല്യൂട്ട് ചെയ്യാണ്, മലിനീകരിക്കുകയാണ്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലീവ്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, നിങ്ങൾ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞു അല്ലേ, പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കഴിച്ചിട്ട് അവരോട് ഒരുപാട് കൂട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. അപ്പം മനുഷ്യന്മാർ ഇതുപോലെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇടുന്ന സമയത്തോ എന്താണ്, കടലിൽ ഒരുപാട് ജീവികളുടെ മരണത്തിനത് കാരണം, അവരുടെ നിലനിൽപ്പിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈവ്സ്, ഞങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുകയാണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് കടുത്തൊരു വാണിംഗ് ഒക്കെ കൊടുക്കുകയാണ് അല്ലേ. വാണ്ട് പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ, അവർ കടുത്ത രീതിയിൽ വാണ്ട് പ്രിൻസസ് ജൂലിയ, കണ്ടോ, വാൺ ചെയ്തു. ആൻഡ് ലെറ്റ് ദം ഗോ, എന്നിട്ട് അവരവിടുന്ന് പോവാണ്. റേസ് ഓഫ് ദി സൺ ബ്രൈറ്റൻ ദി വേവ്സ്. റേസ് ഓഫ് ദി സൺ ബ്രൈറ്റൻ ദി വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്,
റേസ് എന്ന് പറഞ്ഞാൽ സൂര്യത്തിൻ്റെ ആ ഒരു രശ്മികൾ. ബ്രൈറ്റ് ആൻഡ് ദി വേവ്സ്, എന്താണ് വേവ്സിൽ ഈ ഓളങ്ങളിൽ വെള്ളത്തിൻ്റെ മുകളിൽ എന്താണ് സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ തിളങ്ങാണ്, റിഫ്ലക്റ്റ് ചെയ്യാണ്, ബ്രൈറ്റ് ആൻഡ് തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? കടലിൽ വേസ്റ്റ് ഒന്നും ഇല്ലാതെ ആ ഒരു ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഇതിനാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവർ മനുഷ്യന്മാരെ അവർ ഇതാക്കിയില്ലേ, അവർ വാൺ ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു സമയത്ത് എല്ലാം ശാന്തമായി. അപ്പോൾ എന്താണ് സൂര്യൻ്റെ ആ ഒരു റേസ് എന്താണ് ബ്രൈറ്റ് ആൻഡ് ദി വേവ്സ്, രശ്മികൾ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്, അതിങ്ങനെ പതിക്കുകയാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറി അല്ലേ? അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യണം? ഇതാദ്യം നന്നായിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ബോട്ടിൽ കണ്ടോ മീൻ അവിടെ പോയിട്ട് അവരെ പേടിപ്പിക്കുന്നത് അല്ലേ? ഷാർക്കും അതുപോലെ തന്നെ ബ്ലൂ വെയിലൊക്കെ അവരെ തേടി പോയിട്ട് അവരെ പേടിപ്പിക്കുന്നത് കണ്ട. ബോട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ ആടി ഉലയുന്നതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? നല്ല വൃത്തിയായിട്ട് ഈ കഥയൊക്കെ വായിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് അർത്ഥങ്ങളൊക്കെ പുതിയ വേർഡ് മീനിങ് ഒക്കെ എഴുതിയെടുത്ത് പഠിച്ചിട്ട് ഇതിലൊരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഥയിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.